നമസ്കാരം. പശ്ചിമേഷ്യൻ മേഖലയെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. ഇറാന്റെ സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖമേനിയുടെ വധത്തെ തുടർന്ന് മേഖലയിൽ ഉടലെടുത്ത സംഘർഷം 4-ാം ദിവസത്തിലേക്ക് കടന്നതോടെയാണ് ഈ നിർണായക നീക്കം. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കപ്പൽ പാതയായിട്ടുള്ള ഹോർമുസ് അടച്ചതോടെ അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരാൻ സാധ്യതയേറിയിരിക്കുകയാണ്. ഇറാന്റെ സൈനിക വിഭാഗമായിട്ടുള്ള റവല്യൂഷണറി ഗാർഡിലെ മുതിർന്ന ഉദ്യോഗസ്ഥരാണ് ഗതാഗത നിരോധനം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത്. ഈ പാതയിലൂടെയുള്ള കപ്പൽ സഞ്ചാരം അത് തടസ്സപ്പെട്ടത് ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് നയിക്കുകയാണ്. ഹോർമുസ് വഴിയുള്ള ഗതാഗതം അത് നിശ്ചലമായത് ലോകരാജ്യങ്ങളെ വലിയ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ഈ പാതയിലൂടെ കടന്നു പോകാൻ ശ്രമിക്കുന്ന കപ്പലുകൾക്ക് നേരെ സൈനിക ആക്രമണം ഉണ്ടാകുമെന്ന് ഇറാൻ കടുത്ത മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. നിലവിൽ 3 കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായതായിട്ട് സ്ഥിരീകരിക്കപ്പെടാത്ത റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. 2 കപ്പലുകൾക്ക് നേരിട്ട് പരിക്കേറ്റതായിട്ടും മൂന്നാമതൊരു കപ്പലിനെ സമീപം തിരിച്ചറിയാൻ കഴിയാത്ത വസ്തു പൊട്ടിത്തെറിച്ചതായിട്ടും യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻ സെൻറ്റർ വ്യക്തമാക്കി. ഇതോടെ കപ്പൽ കമ്പനികൾ തങ്ങളുടെ സർവീസുകൾ നിർത്തിവെക്കുകയോ പാത മാറ്റുകയോ ചെയ്യുന്ന സാഹചര്യമാണ് ഉള്ളത്. മേഖലയിലെ അസ്ഥിരത ഊർജ്ജ ഉൽപ്പാദനത്തെയും സാരമായി ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇറാൻ നടത്തിയ പ്രത്യാക്രമണങ്ങളെ തുടർന്ന് സൗദി അറേബ്യയിലെ അരാംകോയുടെ പ്രധാന പ്ലാന്റുകൾ പ്രവർത്തനരഹിതമായതായിട്ടാണ് വിവരങ്ങൾ ഇപ്പോൾ വരുന്നത്. ഇതിന് പിന്നാലെ ഖത്തർ എനർജി തങ്ങളുടെ പ്രകൃതിവാതക ഉൽപ്പാദനം താൽക്കാലികമായിട്ട് നിർത്തിവെച്ചു. കുവൈറ്റിലെ പ്രധാന റിഫൈനറികളും സമാനമായ രീതിയിൽ പ്രവർത്തനം അവസാനിപ്പിച്ചതോടെ വരും ദിവസങ്ങളിൽ ആഗോളതലത്തിൽ ഇന്ധനക്ഷാമം രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട്. ലോകത്തിൻ്റെ ഊർജ്ജ ആവശ്യങ്ങളുടെ വലിയൊരു ശതമാനം കൈകാര്യം ചെയ്യുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ഉൽപ്പാദനം ഇപ്പോൾ തടസ്സപ്പെടുന്നത് വികസ്വര രാജ്യങ്ങളുടെ സാമ്പത്തിക അടിത്തറയെ തന്നെ ബാധിച്ചേക്കാം. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായിട്ട് നടത്തുന്ന സൈനിക നീക്കങ്ങൾക്ക് മറുപടിയായാണ് ഇറാൻ ഇത്തരമൊരു കടുത്ത നിലപാടിലേക്ക് ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്. തങ്ങളുടെ ആത്മീയവും അതോടൊപ്പം തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള കരുത്തായ ഖമേനിയുടെ വധം ഇറാന് വലിയ ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിനെതിരെയുള്ള പ്രതികാരം എന്ന നിലയിൽ പശ്ചിമേഷ്യയിലുടനീളം ഇപ്പോൾ ഇറാൻ തങ്ങളുടെ സൈനിക സ്വാധീനം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. മേഖലയിലെ സമാധാനം തകർക്കുന്ന തരത്തിലുള്ള ബാഹ്യശക്തികളുടെ ഇടപെടലുകൾക്ക് എണ്ണ വിതരണം തടസ്സപ്പെടുത്തിക്കൊണ്ട് മറുപടി നൽകാനാണ് ഇറാൻ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഈ രാഷ്ട്രീയ വടംവലിയിൽ ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഭാഗമാകേണ്ടി വരുന്ന അവസ്ഥയാണ് ഉള്ളത്. UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻ സെൻറ്റർ നൽകുന്ന വിവരങ്ങൾ പ്രകാരം സമുദ്രപാതയിലെ സുരക്ഷാ ഭീഷണി മുൻപെങ്ങുമില്ലാത്ത വിധം ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് ഏതാനും ദിവസങ്ങൾ കൂടി അടഞ്ഞുകിടന്നാൽ ആഗോള GDPയിൽ വലിയ ഇടിവുണ്ടാകുമെന്നും സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. കപ്പലുകൾക്ക് നേരെയുള്ള അപ്രതീക്ഷിത ആക്രമണങ്ങളും സ്ഫോടനങ്ങളും ഇൻഷുറൻസ് നിരക്കുകൾ വർദ്ധിപ്പിക്കുന്നതിനും ചരക്ക് ഗതാഗത ചെലവ് കുത്തനെ കൂടുന്നതിനും കാരണമാകും. ഈ സാഹചര്യം ഭക്ഷ്യവസ്തുക്കളുടെയും മറ്റ് അവശ്യ സാധനങ്ങളുടെയും ഒക്കെ തന്നെ വിലക്കയറ്റത്തിന് വഴിവെക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ലോക സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ ഇതുവരെയും ഫലം കണ്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. തങ്ങളുടെ വികാരമായ നേതാവിനെ നഷ്ടപ്പെട്ട ഇറാൻ്റെ നടപടികളെ അന്താരാഷ്ട്ര സമൂഹം എങ്ങനെ നേരിടുമെന്നത് നിർണായകമാണ്. ചില രാജ്യങ്ങളുടെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ ആഗോളതലത്തിൽ സാധാരണക്കാരുടെ ജീവിതത്തെ ദുസ്സഹമാക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. സമാധാനം തകർക്കാൻ എളുപ്പമാണെങ്കിലും അത് തിരികെ കൊണ്ടുവരാൻ കഠിനമായ ശ്രമങ്ങൾ ആവശ്യമാണ്. പശ്ചിമേഷ്യയിലെ ഈ ഒരു സ്തംഭനാവസ്ഥ അത് മാറണമെങ്കിൽ ലോകശക്തികൾ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകേണ്ടി വരുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും ഇവിടെ കരുതുന്നു.